പത്തനംതിട്ട കുന്നന്താനത്ത് തോക്കുമായി രോഗി ആശുപത്രിയിലെത്തി. ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടി കുന്നന്താനം സ്വദേശി ലിനുവാണ് തോക്കുമായി എത്തിയത്. ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, വിവരങ്ങൾ. ഡോക്ടർ ഉന്മേഷ്, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പത്തനംതിട്ട കുന്നന്താനം CHCയിൽ രോഗി തോക്കുമായിട്ട് ആശുപത്രിയിലെത്തി ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടിയത്. കുന്നന്താനം സ്വദേശി 38 വയസ്സുകാരനായ ലിനുവാണ് തോക്കുമായിട്ട് ആശുപത്രിയിലെത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത്. ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ ഇയാൾ നഴ്സുമാരുടെ മുറിയിലേക്ക് കയറിപ്പോയി അവിടെ ഒരു കസേരയിട്ട് ഇരുന്നതിന് ശേഷം തോക്കെടുത്ത് അവിടുത്തെ ഉണ്ടായിരുന്ന മേശപ്പുറത്ത് വെക്കുകയാണ് ചെയ്തത്. ഉടൻ തന്നെ ജീവനക്കാർ ആ തോക്ക് അവിടുന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ തോക്ക് ജീവനക്കാർക്ക് നേരെ ചൂണ്ടുകയും എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഉടൻ തന്നെ മെഡിക്കൽ ഓഫീസറെ അടക്കം അവിടെയുള്ള ജീവനക്കാർ വിവരം അറിയിച്ചതോടുകൂടി മെഡിക്കൽ ഓഫീസറും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ മുറിയിലേക്ക് എത്തുന്നു. ഉടൻ തന്നെ ലിനു ബൈക്കിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്തായാലും അവിടുന്ന് രക്ഷപ്പെട്ട ഉടൻ തന്നെ ലിനുവിനെ അധികം വൈകാതെ തന്നെ കീഴ്വായ്പൂർ പോലീസ് കസ്റ്റഡി എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പലവിധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്ന ആളാണ് ലിനു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പോലീസിനോടും ഇയാൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. താൻ ഡോക്ടറാണെന്നും തനിക്ക് എയർഗണ്ണുമായി ആശുപത്രിയിൽ പോകാമെന്നും തന്റെ കയ്യിൽ ടെലസ്കോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നും ഈ ലിനു പോലീസിനോട് പറഞ്ഞതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ തോക്കുമായിട്ട് ഇത് എയർഗൺ ആണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആയുധവുമായിട്ട് ആശുപത്രിയിൽ എത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.